എൻ്റെ പേര് ഡോക്ടർ പേൾ മേരി വർഗീസ്. ഞാൻ ദേവമാത ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ ആൻഡ് യൂണിറ്റോളജിസ്റ്റ് ആണ്. April 24th to April 30th വേൾഡ് ഇമ്മ്യൂണൈസേഷൻ വീക്ക് ആണ്. അപ്പം ഈ വർഷത്തെ തീം എന്ന് പറയുമ്പോൾ ഫോർ എവറി ജനറേഷൻ വാക്സിൻസ് വർക്ക് എന്നാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻസ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് ടു പ്രിവെൻറ്റ് ഫ്യൂച്ചർ ഇൻഫെക്ഷൻസ് ഫോർ ദ ചൈൽഡ് ആൻഡ് വേഴ്സണിങ് ഓഫ് ദ ഹെൽത്ത്. അപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ കുറേ വാക്സിൻസ് നമുക്ക് ഫ്രീ ആയിട്ട് ഫ്രം ബർത്ത് അവൈലബിൾ ആണ്. ഇത് കൂടാതെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ പെയ്ഡ് വാക്സിൻസ് ഉണ്ട്. അപ്പം ദർ ഇസ് എ ഫോൾസ് നോഷൻ ദാറ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലെ വാക്സിൻസ് മാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ ഈ കോസ്റ്റ്ലി വാക്സിൻസ് ഒക്കെ ഓപ്ഷണൽ വാക്സിൻസ് എന്ന് ഒരു നോഷൻ, തെറ്റായ ഒരു ധാരണയുണ്ട്. സോ നൺ ഓഫ് ദ വാക്സിൻസ് ആർ ഓപ്ഷണൽ. അതൊരു ഫോൾസ് ടെർമിനോളജിയാണ്. അപ്പം എല്ലാ വാക്സിൻസും സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാനുള്ള വാക്സിൻസ് ആണ്. നോ വാക്സിൻസ് ആർ ഓപ്ഷണൽ. ജസ്റ്റ് ലൈക്ക് നമ്മുടെ കുഞ്ഞിന്റെ ഹെൽത്ത് ഓപ്ഷണൽ അല്ല. നമ്മുടെ കുഞ്ഞിന്റെ ഹെൽത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പേരൻസിന് വേണ്ടി. അതുകൊണ്ട് എല്ലാ ഇൻഫെക്ഷൻസിനും പ്രിവെൻഷൻ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ അക്കാഡമിക് വർഷം കുറേ കുഞ്ഞുങ്ങൾക്ക് സ്കൂളുകളിൽ ചിക്കൻ പോക്സ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, മംസിന്റെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആയിരുന്നു. ഇങ്ങനെ കുറേ കുഞ്ഞുങ്ങൾ സ്കൂളിൽ ലീവ് ഒക്കെ എടുക്കേണ്ടി വന്നു. സോ ഇത് കറക്റ്റായിട്ട് വാക്സിൻസ് എടുക്കാത്തതിന്റെ പ്രശ്നങ്ങളാണ്. അപ്പം ഈ വാക്സിൻസ് എല്ലാം പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ ലഭ്യമാണ്. ഈ പെയ്ഡ് വാക്സിൻസ് ഏതൊക്കെ വിച്ച് ഇസ് നോട്ട് അവൈലബിൾ ഇൻ ദ ഗവൺമെന്റ് ഏതൊക്കെയാന്ന് വെച്ചാൽ ചിക്കൻ പോക്സിന്റെ വാക്സിൻ, ടൈഫോയിഡിന്റെ വാക്സിൻ, ഹെപ്പറ്റൈറ്റിസിന്റെ വാക്സിൻ, ഫ്ലൂ വാക്സിൻ, ഇൻഫ്ലുവൻസ വാക്സിൻ. അപ്പം ടൈഫോയിഡ് ആൻഡ് ഹെപ്പറ്റൈറ്റിസ് രണ്ടും 12 months to 15 months എടുക്കുന്ന വാക്സിൻസ് ആണ്. ഇത് സിംഗിൾ ഡോസേ ഉള്ളൂ. ബൂസ്റ്റർ ഇഞ്ചക്ഷൻസോ ബൂസ്റ്റർ ഡോസ്, സെക്കൻഡ് ഡോസ് അങ്ങനെ ഒന്നുമില്ല. വിൽ പ്രിവെന്റ് ഹോസ്പിറ്റലൈസേഷൻസ് ഡ്യൂ ടു ടൈഫോയിഡ് ഇൻഫെക്ഷൻ ആൻഡ് ഹെപ്പറ്റൈറ്റിസ് എ. ചിക്കൻ പോക്സ് വാക്സിൻ 15 months 18 months ആണ് എടുക്കേണ്ടത്. ഫസ്റ്റ് ഡോസ് നമ്മൾ 15 months എടുക്കുവാണെങ്കിൽ സെക്കൻഡ് ഡോസ് വിത്തിൻ 3 to 6 months ആണ് എടുക്കേണ്ടത്. പിന്നെ ഇറ്റ് പ്രിവെന്റ്സ് ചിക്കൻ പോക്സ് ഇൻഫെക്ഷൻ. പിന്നെ ഉള്ളത് നമ്മുടെ ഫ്ലൂ വാക്സിൻ ആണ്. ഫ്ലൂ വാക്സിൻ എടുക്കുവാണെങ്കിൽ ഫ്ലൂ ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാം. സ്കൂൾ ഗോയിങ് ചിൽഡ്രൻസിൽ എപ്പോഴും റെക്കറന്റ് ആയിട്ട് കുറെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരാറുണ്ട്. അത് പ്രിവെന്റ് ചെയ്യാനുള്ളതാണ് ഫ്ലൂ വാക്സിൻ. ഷെഡ്യൂൾ അനുസരിച്ച് നോക്കുമ്പോൾ 6 months ഫസ്റ്റ് ഡോസ്, 7 months സെക്കൻഡ് ഡോസ്. പിന്നെ എല്ലാ വർഷവും പ്രിഫറബിളി എടുക്കുന്നതാണ് അപ് ടു 10 to 12 years of age. ലാസ്റ്റ് വൺ നമ്മുടെ ഉള്ളത് ഇപ്പൊ പുതിയതായിട്ട് ഗവൺമെന്റ് ഷെഡ്യൂളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അഡോളസന്റ് കുഞ്ഞുങ്ങൾക്ക് 10 to 12 years ഉള്ള ഗേൾസും ബോയ്സിനും എടുക്കാനുള്ളതാണ് HPV വാക്സിൻ. ഹ്യൂമൻ പാപ്ലോമ വൈറസ് കോസ് ചെയ്ത ഇൻഫെക്ഷൻസ്, ദാറ്റ് ഇസ് ജെനിറ്റൽ ക്യാൻസേഴ്സ്, യൂട്രൈൻ ക്യാൻസർ, സെർവിക്കൽ ക്യാൻസേഴ്സ് ഗേൾസിൽ. കുഞ്ഞുങ്ങൾക്ക്, ആണുങ്ങൾക്ക് ജെനിറ്റൽ ക്യാൻസർ, ജെനിറ്റൽ വാർഡ്സ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടി എല്ലാ വാക്സിൻസും അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം നോ വാക്സിൻ ഇസ് ഓപ്ഷണൽ. എല്ലാ വാക്സിൻസും നമ്മൾ പറ്റിയ കറക്റ്റ് സമയത്തിൽ എടുക്കാൻ തന്നെ നോക്കണം. ഏതെങ്കിലും വാക്സിൻസ് മിസ്സായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാക്സിൻസിനെ കുറിച്ച് ഇച്ചിരി കൂടെ കാര്യങ്ങളും വിവരങ്ങളും അറിയാനുണ്ടെങ്കിൽ നിയർ ബൈ ഹോസ്പിറ്റൽ, നിയർ ബൈ പീഡിയാട്രിഷ്യനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. താങ്ക് യു.